السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ഏറ്റവും ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമുക്കേവർക്കും ഒട്ടും വൈകാതെ തന്നെ ഹജ്ജ് ഉംറകൾ നിർവഹിക്കാനുള്ള ഭാഗ്യം അവസരവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ ദിവസങ്ങളായി പറഞ്ഞു വരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര ശകലങ്ങളാണ്. അതിൽ ഇന്നലെ ദുൽഹിജ്ജ 7 ആയതുകൊണ്ട് ഓമാനൂർ ശുഹദാക്കളുടെ ചെറിയൊരു വിവരവും മൗലിദുമാണ് നമ്മൾ നടത്തിയത്. ഇന്ന് നമ്മൾ തുടരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ നേരത്തെ പറഞ്ഞു വെച്ച ബാക്കി ഭാഗങ്ങളാണ്. നമ്മൾ പറഞ്ഞു വെച്ചത് ഏകനായ ഇലാഹിനെ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഏകത്വ വിശ്വാസികളായി തീർക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദാഹരണ സഹിതം അവിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ബുദ്ധിപരമായി അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുന്നിൽ മറുപടിയില്ലാതെ പരാജയപ്പെട്ടപ്പോൾ ഏകാധിപതിയായ നമ്രൂദിൻ്റെ കുടില തന്ത്രപരമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വെണ്ണിനീറാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി വലിയ അഗ്നികുണ്ഡാരം ഉണ്ടാക്കി അതിൽ കത്തിക്കാനുള്ള വിറകും മറ്റ് ഇന്ധനങ്ങളും ആളുകളിൽ നിന്ന് ഡൊണേഷൻ സിസ്റ്റത്തിൽ സംഭാവനയായി സ്വീകരിക്കുകയും വലിയ അഗ്നികുണ്ഡാരം നിർമ്മിക്കുകയും ആ അഗ്നികുണ്ഡാരത്തിൻ്റെ പരിസരങ്ങളിൽ പോലും ചൂട് കാരണം നിൽക്കാൻ സാധിക്കാത്തതിനാൽ തെറ്റുവില്ല് കൊണ്ടുവന്ന് അതിന്മേൽ കയറ്റി നിർത്തി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് ചാടിക്കുകയും, എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും കൃപയും ഫضലും കൊണ്ട് ആ തീയിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശീതളച്ചായയുള്ള തണുപ്പുള്ള സലാമത്തുള്ളതാക്കി മാറ്റി മഹാനവറുകൾ അവിടെ നിന്ന് സുരക്ഷിതനാവുകയും ചെയ്തു എന്നതാണ് വിവിധ ആയത്തുകളിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഓതുന്നത് സൂറത്ത് സാഫാത്തിൻ്റെ 99 മുതലുള്ള ആയത്തുകളാണ്. 99 മുതലുള്ള ആയത്തുകൾ. സൂറത്തു സാഫാത്തിൻ്റെ 99-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഇറാഖിലെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. വഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. നിശ്ചയമായും ഞാൻ
എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്. അവൻ എന്നെ നേർമാർഗത്തിലാക്കിയേക്കും. അവൻ എന്നെ നിർമാർഗത്തിലാക്കും. ഏതൊരു സമയത്താണിത് പറയുന്നത്? വളർത്തു പിതാവ് പോലും തനിക്കെതിര്. നാട്ടിലെ രാജാവ് തന്നെ തീയിലിട്ട് കരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പരാജയപ്പെട്ട സമയം കൂടുതൽ ക്രൂദ്ധനാവുകയാണ് ജനങ്ങൾ, രാജാവും ജനങ്ങളും. ആ സമയത്ത് ഇറാഖി പൗരനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇന്നി ദാഹിബുൻ, ഞാൻ പോവുകയാണ്. ഇലാ റബ്ബി, എൻ്റെ രക്ഷിതാവിനെ കൊള്ള ഞാൻ പോവുകയാണ്. സയഹ്ദീൻ, അവനെന്നെ നേർമാർഗത്തിലാക്കും. അവനല്ലാതെ എനിക്ക് ആരുമില്ല. സഹോദരന്മാരെ, ആ തീയിലേക്ക് ഇവർ വലിച്ചെറിഞ്ഞപ്പോൾ, ആ തെറ്റുവില്ലിൽ കയറ്റി നിർത്തപ്പെട്ട സമയത്ത് ആളിക്കത്തുന്ന തീയിന് അഭിമുഖമായി ആ തെറ്റുവില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത സമയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് എറിയപ്പെടുമെന്ന് ഉറപ്പായ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞത്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്കെൻ്റെ അല്ലാഹ് മതി, അവനെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ എനിക്ക് മറ്റാരുമില്ല, അവനെന്നെ സഹായിച്ചുകൊള്ളും. ആ മനക്കരുത്തിൻ്റെ മുന്നിൽ തീ പരാജയപ്പെട്ടു. തീ മഹാനവറുകൾക്ക് എയർ കണ്ടീഷനായി മാറിയെന്ന് ഖുർആൻ പറയുമ്പോൾ, അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴും എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തി, ഇനിയും എൻ്റെ റബ്ബ് തന്നെ എന്നെ രക്ഷപ്പെടുത്തും എന്ന നിലക്ക് ഇറാഖിലൊരു മത്സരത്തിന് നിൽക്കാതെ ഫലസ്തീനിലേക്ക് പുറപ്പെടുകയാണ്. ഫലസ്തീനിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറയാതെ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, എൻ്റെ റബ്ബിനെ കൊള്ളയാണ് ഞാൻ പോകുന്നത്. ഞാൻ എവിടെയായാലും അവിടെയായാലും എവിടെയായാലും എൻ്റെ റബ്ബാണ് എനിക്കുള്ള തുണ. ആ റബ്ബല്ലാതെ എനിക്കാരുമില്ല, അവൻ മാത്രം മതി എനിക്കെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്തും പോയ ശേഷവും വയസ്സൊരുപാട് കാലം ആകുന്നത് വരെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. എന്ത്? സൂറത്തു സഫാത്തിൻ്റെ 100-ാമത്തെ ആയത്ത്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സാലിഹീങ്ങളിൽപ്പെട്ട സന്താനങ്ങളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഏതൊരു സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്യുന്നത്? എനിക്ക് നീയല്ലാതെ ആരുണ്ട് റബ്ബേ? നിന്റെ ദീന് ഇവിടെ പറഞ്ഞു കൊടുക്കാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുമാണല്ലോ നീ എന്നെ നിയുക്തനാക്കിയത്. പക്ഷേ എൻ്റെ സമൂഹം ഇങ്ങനെയായല്ലോ, ഇഷ്ടമില്ലാത്തവരെ ചുട്ടുകൊല്ലാൻ പോലും ധൈര്യം കാണിക്കുകയാണല്ലോ. അതുകൊണ്ട് റബ്ബേ, എനിക്ക് നീ ഒരു കുട്ടിയെ തന്നാൽ അവൻ വഴി എനിക്ക് ദീനിനെ പ്രചരിപ്പിക്കാമായിരുന്നു. എത്ര വലിയ പ്രവാചകനായാലും ഒപ്പം ഒരാളില്ലാതെ എങ്ങനെയാണ് ദീനീ ദഅവക്ക് പുറത്തിറങ്ങുക? അതുകൊണ്ട് എനിക്കൊരു മകനെ തരണം. അങ്ങനെയുള്ള ദുആ തുടർന്നു. ദുആ ഇങ്ങനെയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നീ ഒരു കുട്ടിയെ എനിക്ക് നീ സന്താനങ്ങളെ പ്രദാനം ചെയ്യണം. എങ്ങനെയുള്ള സന്താനങ്ങളാണ് എനിക്ക് വേണ്ടത്? മിനസ് സ്വാലിഹീൻ, നല്ല വിഭാഗത്തിൽപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട സാലിഹീങ്ങളിൽപ്പെട്ട സൽവൃദ്ധരിൽപ്പെട്ട നല്ല മക്കളെ നൽകണേ. അങ്ങനെ ദുആ തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അള്ളാഹു പറയുന്നു, സൂറത്തു സഫാത്തിൻ്റെ 101-ാമത്തെ ആയത്ത്, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അദ്ദേഹത്തിൻ്റെ ദുആ തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ഫബശ്ശർനാഹു, നമ്മൾ അദ്ദേഹത്തിന് സന്തോഷം നൽകി, സന്തോഷത്തിൻ്റെ മുന്നറിയിപ്പ് നൽകി. ബിഗുലാമിൻ, ഒരു ആൺകുട്ടിയെ കൊണ്ട്, ഹലീം, സഹനശീലനായ, എന്ത് വന്നാലും നിങ്ങളെപ്പോലെ തന്നെ ക്ഷമിക്കാൻ തയ്യാറുള്ള
ഒരു മകനെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകി. കുട്ടി ഉണ്ടാകുമെന്ന് പറയാതെ ആ കുട്ടി സഹനശീലനായിരിക്കുമെന്ന് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞതിൽ നിന്ന് താൻ അനുഭവിക്കുന്നത് പോലുള്ള പ്രയാസങ്ങൾ എൻ്റെ മകനും ഏൽക്കേണ്ടി വരും, താൻ പ്രയാസങ്ങൾ ഏൽക്കുമ്പോൾ ക്ഷമിച്ചതുപോലെ തൻ്റെ മകനും ക്ഷമാശീലനായിരിക്കും എന്ന നിലക്കാണ് കുട്ടിയെ നൽകുമെന്ന സന്തോഷം അള്ളാഹു അറിയിച്ചത്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിന് അർത്ഥം കൈവന്നതുപോലെ കുട്ടി ഉണ്ടാവുകയാണ്. ആ കുട്ടിയുടെ ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വലിയ സന്തുഷ്ടയായി, വളരെ സന്തോഷവതിയായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനേക്കാൾ ആനന്ദത്തിലായി. അങ്ങനെ അവരിരുവരും ഈ കുട്ടിക്ക് ഇസ്മായിൽ എന്ന് പേരിട്ടു. ആ കുട്ടി വളർന്ന് ഏകദേശം തനിക്കൊരു തുണയാകുമെന്നായി. 9 വയസ്സ് എന്ന് കാണാം, അതല്ലെങ്കിൽ 13 വയസ്സ് എന്ന് കാണാം. ചരിത്രമാകുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം. അത് വിഷയമാക്കേണ്ടതില്ല. അതേ സമയത്ത് ഈ യാഥാർത്ഥ്യത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് യാഥാർത്ഥ്യം? തനിക്കിപ്പോൾ ജീവിതത്തിന് അർത്ഥം കൈവന്നിരിക്കുന്നു. തനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി തൻ്റെ ഇടമുള്ളവനായി തനിക്ക് തുണയാകാൻ പറ്റുന്ന രൂപത്തിൽ വളർന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹു തആല വഹയ്യ് സ്വപ്നത്തിലൂടെ നൽകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ കുട്ടിയെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നീ എനിക്ക് കീഴ്പ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ മറുപടി അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ ഞാൻ നിനക്ക് പരിപൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് അള്ളാഹുവിൻ്റെ പരീക്ഷണം തുടരുകയാണ്. എൻ്റെ ദാസനായ പ്രവാചകനായ ഇബ്രാഹിം പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ? ആ പരീക്ഷണത്തിൻ്റെ മറ്റൊരു പതിപ്പ്, തൻ്റെ സന്താനം തന്നോടൊപ്പം ഉറങ്ങുകയും തന്നോടൊപ്പം കിടക്കുകയും തന്നോടൊപ്പം ജോലി ചെയ്യുകയും തന്നോടൊപ്പം എല്ലാത്തിനും കൂട്ടുകാരനായി ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന മകനെ അറുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതും സ്വപ്നത്തിലാണ് വന്നത്. ആ കൽപ്പന വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഉണരുന്നത് കാത്തു നിൽക്കുകയാണ്. മകൻ ഉണരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന അദ്ദേഹത്തെ കേൾപ്പിക്കുന്ന രൂപം സൂറത്തു സാഫാത്തിൻ്റെ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു. അതിങ്ങനെയാണ്: ഫലമ്മാ ബലഗ മഅഹു സഅയ قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى فلما بلغ معه السعي ആ കുട്ടി തന്നോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള പ്രായമെത്തിയപ്പോൾ, തനിക്ക് തുണയായി ഒപ്പം നിൽക്കാനുള്ള പ്രായമായപ്പോൾ, ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കുട്ടിയോട് പറഞ്ഞു: യാ ബുനയ്യ, എൻ്റെ കുഞ്ഞിമോനെ. ആ വിളിയിൽ നിന്ന് തന്നെ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞിമോനെ, ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു, അന്നി അത് ബാക്ക, തീർച്ചയായും ഞാൻ നിന്നെ അറുക്കുന്നത് സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. ഫൻളുർ മാദാ തറാ, മോനെ ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, താൻ ആറ്റുനോറ്റ് വളർത്തിയെടുത്ത, അതിനു മുമ്പ് മകനുണ്ടാകാൻ പ്രതീക്ഷയോടെ കാലങ്ങൾ കാത്തുനിന്ന് ഒടുവിലുണ്ടായ ഈ കുട്ടി ആറ്റുനോറ്റ് അവനെ വളർത്തി. ഇപ്പോൾ എനിക്കൊരു കൈ തുണയായി ആ കുട്ടി ഇങ്ങനെ വളരുമ്പോൾ അതിനെ അറുക്കണമെന്ന അല്ലാഹുവിൻ്റെ കൽപ്പന. ആ സ്വപ്നം കുട്ടിയെ ബോധ്യപ്പെടുത്തുന്നത് ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ ഉറക്കത്തിൽ കണ്ടിരിക്കുന്നു, അന്നി അത് ബഹുക്ക, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. ഫൻളുർ മാദാ തറാ, ഞാൻ എന്താണ് മോനെ വേണ്ടത്, നിന്റെ അഭിപ്രായം എന്താണ്?
അതിന് കുട്ടി പറഞ്ഞ മറുപടി ഖാല യാ അബതി ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. യാ അബത്തി, എൻ്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുമർ, എന്താണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. കാരണം കൽപ്പിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങേയറ്റം അക്ഷരം പ്രതി അനുസരിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. പിന്നെ എൻ്റെ സ്ഥിതി എന്താകും എന്നത് മാത്രമാണ് നിങ്ങൾക്ക് വിഷയമാകുന്നതെങ്കിൽ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പാ, പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എനിക്ക് മാത്രമല്ലല്ലോ. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ കാലത്ത് ജീവിച്ച മുഴുവൻ സത്യവിശ്വാസികൾക്കും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മശക്കത്തുകളും വന്നിട്ടില്ലേ? അതെല്ലാം ക്ഷമിച്ചവരല്ലേ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യവാന്മാരായത്. അതുകൊണ്ട് എൻ്റെ മുൻഗാമികൾക്ക് പരീക്ഷണം വന്നപ്പോൾ അവർ ക്ഷമിച്ച് പുരോഗതിയിലെത്തിയതുപോലെ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്താൽ ഞാൻ ക്ഷമാശീലരിൽപ്പെട്ടവനാകും. ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്ന് പറഞ്ഞില്ല. എനിക്ക് മാത്രമല്ലല്ലോ പ്രയാസം, എൻ്റെ മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടില്ലേ, അവരിൽ ക്ഷമിച്ചവരല്ലേ പുണ്യവാന്മാരായിട്ടുള്ളൂ. ഞാനും ക്ഷമയിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി മാറും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിച്ച് നടപ്പാക്കലാണ്. എൻ്റെ ഭാവിയെപ്പറ്റി ആലോചിക്കൽ നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതല്ല എന്ന് ചങ്കിൽ തുറക്കുന്ന മറുപടി കുട്ടിയങ്ങ് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകം വറക്കുന്നു. പരിശുദ്ധ മിനായിലേക്ക് ഒരു കയ്യിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിളം കൈയും അതുപോലെ കത്തിയും കയറുമായി കൊണ്ട് ഈ മകനെയുമായി പതറാത്ത ചിത്തത്തോടെ മിനായിലേക്ക് പോകുന്നു. ചിതറാതെ മകൻ കൂടെ നിൽക്കുന്നു. ഇന്നും ഹജ്ജിന് പോകുമ്പോൾ മിനയിൽ പോകുമ്പോൾ കാണാം, മിനയിലേക്ക് ആ ജംറയുടെ തൊട്ടടുത്ത്, ആ ജംറ കഴിഞ്ഞാൽ ജംറയോട് ഏകദേശം അടുത്ത്, അഥവാ ജംറ കഴിഞ്ഞ് മിനായിലേക്ക് അങ്ങ് കിടക്കുമ്പോൾ ആ ഉയരമുള്ള മലയുടെ മുകളിൽ കാണാം ഒരു സ്തൂപം. ആ സ്തൂപം നിൽക്കുന്ന സ്ഥലത്താണത്രേ ഈ സംഭവത്തിന് സാക്ഷിയായത്. ഒരു കയ്യിൽ കത്തിയും കയറും, മറ്റേ കയ്യിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിളം കൈയും പിടിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിതറാതെ പതറാതെ നേരെ പോകുന്നു മിനയിലേക്ക്. അവിടെ എത്തി കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നു, കുഞ്ഞിനെ ചെരിച്ചു കിടത്തുന്നു. പെടഞ്ഞുകൊണ്ട് അലോസരപ്പെടുത്താതിരിക്കാൻ വേണ്ടി കൈകാലുകൾ ബന്ധിക്കുന്നു. അറുക്കുമ്പോൾ മുഖത്ത് നോക്കി പൊറുതികേട് വരാതിരിക്കാൻ ചെരിച്ചു കിടത്തുന്നു. വീട്ടിൽ നിന്ന് കരുതിയ കത്തിക്ക് മൂർച്ചയുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ അവിടെ കണ്ട ഒരു പാറക്കല്ലിൽ കത്തി കൊണ്ട് വെട്ടി നോക്കുന്നു. പാറക്കല്ല് മുറിഞ്ഞു പോകുന്നു. കത്തിക്ക് അത്രമാത്രം മൂർച്ചയുണ്ടെന്ന് ഉറപ്പ് വരുത്തി. ഖുർആൻ പറയുന്നു, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് രണ്ടുപേരും കീഴടങ്ങുകയും ഇബ്രാഹിം നബി തൻ്റെ കുട്ടിയെ ചെന്നിപ്പുറത്തേക്ക് ചെരിച്ചു കിടത്തുകയും ചെയ്തു. കുട്ടിയെ ശരിക്ക് ചെരിച്ചു കിടത്തി മൂർച്ച കൊണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ കത്തി കഴുത്തിലേക്ക് വെക്കുമെന്ന ഘട്ടം വന്നപ്പോൾ വനാദൈനാഹു, നമ്മൾ ഇബ്രാഹീമിനെ വിളിച്ചു. അയ്യാ ഇബ്രാഹീം, പൊന്നു ഇബ്രാഹീമേ, ഖസ്സദ്ദഖ്ത റുയാ, നിങ്ങൾ സ്വപ്നം വാസ്തവമാക്കി. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിശ്ചയമായി ഇപ്രകാരം നല്ല മനുഷ്യർക്ക് നാം പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച ശേഷം അല്ലാഹു തആല വീണ്ടും ആശ്വസിപ്പിക്കുന്നു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇബ്രാഹീമേ, ഇതൊരു പരീക്ഷണം തന്നെയാണ്, കഠിനമായ പരീക്ഷണം തന്നെയാണ്. ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, നിങ്ങളെ മകനും വിജയിച്ചു പോയി.
അതുകൊണ്ട് നിങ്ങളെ മോനെ ഒരിക്കലും മറുക്കരുത്. ഒരു മനുഷ്യനെ അറുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. എന്നേക്കാൾ മീതയല്ല നിങ്ങൾ കൊന്നുമെന്ന് നിങ്ങൾ തെളിയിച്ചതുകൊണ്ട് അതുകൊണ്ടിതാ നിങ്ങൾ നല്ല ഒരു ആടിനെ അറുക്കുക എന്ന് അല്ലാഹു തആല അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നല്ല ഒരു കൂറ്റനാടിനെ ഹാജരാക്കുകയും ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും അവിടെ കൂടിയ ജിബ്രീൽ അടക്കമുള്ള മലക്കുകളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെയുള്ള തക്ബീർ ചൊല്ലി അവരാടിനെ ബലിയർപ്പിക്കുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം സുരക്ഷിതനാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആത്മസംതൃപ്തി അടയുന്നു. ഈ സംഭവത്തിൻ്റെ നാന്ദിയായിക്കൊണ്ടാണ് ബലിപെരുന്നാളിന് നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുന്നത്. ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ് പ്രതിഫലം ലഭിക്കുന്നത്. ഉളുഹിയ്യത്തിൻ്റെ ആ മൃഗത്തിൻ്റെ ചോര ഭൂമി ലോകത്തേക്ക് ഉറ്റി വീഴുമ്പോഴേക്ക് ആ മനുഷ്യൻ്റെ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, കോവിഡിൻ്റെ വലിയ പരീക്ഷണത്തിലായിട്ടും മുഅ്മിനീങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ സന്തോഷപൂർവ്വം ഉളുഹിയ്യത്ത് അറുക്കുന്നത് അതിൻ്റെ കൂലിയെപ്പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ടായതുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മില്ലത്താണിത്. ഫത്തബിഹു മില്ലത്ത ഇബ്രാഹീമ ഹനീഫ. ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരണിയിൽ നിങ്ങൾ മഹാനവറുകളെ പിൻപറ്റണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഉളുഹിയ്യത്തിലൂടെ നമ്മളിവിടെ സ്ഥാപിക്കുന്നത്. അല്ലാഹു തആല മഹാന്മാരായ അംബിയാ മുർസലീങ്ങളോടൊപ്പം ആലിമീങ്ങൾ, മശായിഖീങ്ങൾ, സാദാത്യങ്ങളോടുകൂടെ നമ്മെ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാം. പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ നാളെ പറയാം. മാത്രമല്ല, നാളെ ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 9 സുബൈ നിസ്കാരം മുതൽ അയ്യാമുത്ത ശരീക്കിൻ്റെ അവസാനത്തെ ദിവസം അസ്ർ നിസ്കാരം ഉൾപ്പെടെ എല്ലാ നിസ്കാര ശേഷം തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വിഷയങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സംസാരം നിർത്തുന്നു. റഹ്മാനായ റബ്ബ് അവൻ പൊരുത്തപ്പെട്ട മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖിർ ദഅവാനാനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على محمد يا رب صل عليه